മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് പ്രത്യേകമായി സമർപ്പിതമായ ദൈവകരുണയുടെ തിരുനാൾ ദിവസം നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു എന്നത് വളരെ അനുഗ്രഹീതമായ ഒരവസരമാണ്. ആ ദൈവകരുണയുടെ തിരുനാളിന് കർത്താവ് തന്നെ കൽപ്പിച്ച് നൽകിയ പാപമോചനവും പാപത്തിൻ്റെ എല്ലാ ശിക്ഷകളിൽ നിന്നുള്ള പൂർണ്ണ ദണ്ഡവിമോചനവും പ്രാപിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ കരുണയുടെ തിരുനാൾ ദിവസം. അന്നേ ദിവസം സംസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ദണ്ഡവിമോചനം പ്രാപിക്കാൻ ഈ ആരാധനയിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ കരുണ കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ കരുണയുടെ ഒരു ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും ദൈവകരുണയുടെ മക്കളായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യം ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അത് കർത്താവിൻ്റെ വചനമാണ്. നമ്മളോട് പിതാവിനെ കാണിച്ചു തന്നുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ശത്രുക്കളോടും സ്നേഹിതരോടും ഒരുപോലെ പെരുമാറും, ദുഷ്ടരോടും ശിഷ്ടരോടും ഒരുപോലെ കരുണ കാണിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി നിങ്ങൾ തീരും. എപ്പോഴാണ്? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുമ്പോഴെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കരുണയുള്ള ദൈവത്തിൻ്റെ കരുണ തന്നെയായ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുകയാണ്. ഈ കരുണയുടെ തിരുനാൾ ദിവസം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞങ്ങളെ അങ്ങയുടെ കരുണയുടെ മക്കളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരുണയുടെ ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 3 തരത്തിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തത്, കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ദൈവകരുണയുടെ ഭക്തി, ഡിവോഷൻ ടു ദ ഡിവൈൻ മേഴ്സിയുടെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കരുണ പ്രാർത്ഥിക്കണം. ഫൗസ്തീനായിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്ന കാര്യമാണത്. ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലേറ്റവും നല്ല പ്രാർത്ഥനയാണ് നമ്മൾ കരുണ കൊന്ത ചെല്ലുക എന്നുള്ളത്. ആ ദൈവകരുണയുടെ ജപമാല ചൊല്ലുന്നത് വഴി നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും, അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. എന്നാൽ ഈ ആധുനിക കാലത്ത് കർത്താവ് തന്നെ പഠിപ്പിച്ച് നൽകിയ ഫൗസ്തീനായിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ശക്തമായൊരു പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. അത് ചൊല്ലാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട, പക്ഷേ നമുക്കൊരു മനസ്സ് മതി. അതുകൊണ്ട് നിങ്ങൾ ഈ കരുണയുടെ തിരുനാൾ ദിവസം അതൊരു തീരുമാനമായിട്ടെടുക്കുക. എപ്പോഴെങ്കിലും ഒരു ദിവസം എത്രയോ മണിക്കൂറുകൾ നമുക്കുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, എത്രയോ സമയം നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ TV കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ. അപ്പോഴെല്ലാം മനസ്സിൽ ആ കരുണയുടെ ജപമാല ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എല്ലാം ഒരേ നിയോഗത്തിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മൾ പണ്ട് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയതാണ്. ഓരോ മണിക്കൂറിലും ഓരോ നിയോഗങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആ മണിക്കൂറിൽ ലോകത്തിൽ എല്ലായിടത്തുമുള്ള എല്ലാ മക്കൾക്കും ആ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോൾ 1 മണിക്കൂർ ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അതിനൊന്നും നിബന്ധനയൊന്നുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ 1 കരുണക്കൊന്തയോ അല്ലെ 2 കരുണക്കൊന്തയൊക്കെ ചെല്ലുമ്പോൾ, ഒരെണ്ണം പൊതുവായിട്ടുള്ള നിയോഗത്തിൽ ചെല്ലാം, രണ്ടാമത്തത് പാപികൾക്ക് വേണ്ടി ചെല്ലാം, രോഗികൾക്ക് വേണ്ടി ചെല്ലാം, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെല്ലാം, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ചെല്ലാം, അതുപോലെ മക്കൾക്ക് വേണ്ടി ചെല്ലാം.
കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെ ഓരോ നിയോഗങ്ങളും ഓരോ തലങ്ങളിൽ വേദന അനുഭവിക്കുന്ന ദൈവകരുണ ആവശ്യമായിട്ടുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ദൈവകരുണയുടെ ഭക്തിയുടെ ഒരു പ്രത്യേക തലത്തിൽ ഉയരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ദൈവകരുണയുടെ തിരുനാൾ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പിലെ അംഗങ്ങളായ നിങ്ങളോട് പറയാനുള്ളത്, ദൈവകരുണയുടെ കൊന്ത അല്ലെ ആ ജപമാല ചൊല്ലുന്ന ശൈലി, ആ ഒരു ഭാഗം നമ്മുടെ ആത്മീയതയുടെ ഭാഗമാക്കണം. അതൊരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ നമുക്ക് വേണ്ടിയും മറ്റോരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ ദൈവകരുണയുടെ ചാലുകളായിട്ട് മാറുകയാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ്. അതാണ് നമ്മളായിത്തീരുന്നത്. ദൈവകരുണയുടെ ഒരു ചാലായി നമ്മൾ മാറും. ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ച, കർത്താവേ, എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണമാക്കണമേ, കരുണയുടെ ഉപകരണമാക്കണമേ എന്ന് പറഞ്ഞതുപോലെ, സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ കരുണയുടെ ഉപകരണങ്ങളാക്കണമേ. ചെറിയ തലത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. വലിയ ഭാരമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ അറിയാതെ മനസ്സിൽ ഈ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കും നമുക്ക്. അത് വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ കരുണ ജീവിക്കണം. നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ ആ കരുണ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കരുണയോടെ പ്രവർത്തിക്കാൻ, മറ്റുള്ളവരോട് പെരുമാറാൻ, അറിവില്ലാത്തവരോട്, നമ്മളൊരു ദ്രോഹം ചെയ്യുന്നവരോട് പോലും കരുണയോടെ പെരുമാറാൻ, വിട്ടുവീഴ്ചയോടെ പെരുമാറാനുള്ള ഒരു ജീവിത ശൈലി നമ്മൾ രൂപീകരിച്ചെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദൈവ കരുണയിൽ ജീവിക്കുക എന്നുള്ളത്, കാരുണ്യം കാണിക്കുക എന്നുള്ളത്. ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ടാകും. എല്ലാവരും നമ്മളെ അംഗീകരിച്ചെന്ന് വരില്ല, എല്ലാവരും നമ്മളെ സ്നേഹിച്ചെന്ന് വരില്ല. ചിലർ നമ്മളെ വിഷമിപ്പിച്ചെന്ന് വരും, ചിലർ നമ്മളോട് ദ്രോഹം പെരുമാറിയെന്ന് വരും, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയെന്ന് വരും, ഒറ്റപ്പെടുത്തിയെന്ന് വരും, നിന്ദിച്ചെന്ന് വരും, തെറ്റിദ്ധരിച്ചെന്ന് വരും. അവിടെയെല്ലാം ദൈവകരുണ ജീവിക്കാനുള്ള അവസരങ്ങളാക്കി നമ്മളത് മാറ്റണം. എൻ്റെ ഈശോയെ പ്രതി, എന്നോട് കരുണ കാണിച്ച എൻ്റെ കർത്താവിനെ പ്രതി ഞാനും കരുണ കാണിക്കുന്നു. അങ്ങനെ ഈശോയെ പ്രതി, കാരുണ്യവാനായ ഈശോയെ പ്രതി കരുണ കാണിക്കാനുള്ള ഒരവസരമാക്കി ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം മാറ്റണം. മൂന്നാമത്തതാണ്, ആ ദൈവകരുണയുടെ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കണം. അതിനേറ്റവും നല്ലതാണ് നമ്മുടെ ഈ ഫെല്ലോഷിപ്പ്. ആ പേര് തന്നെ അതാണ്, ഡിവൈൻ മേഴ്സി ഫെല്ലോഷിപ്പ് എന്നാണ്. അപ്പം ആ ദൈവകരുണയുടെ കൂട്ടായ്മയാണ് നമ്മുടെ ഒരു ദൗത്യമാണ് ദൈവകരുണ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ആ ദൈവകരുണയുടെ സന്ദേശങ്ങൾ ലോകത്തിലേക്ക് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അത് ആ ദൈവകരുണയുടെ ഭക്തിയുടെ, അല്ലെങ്കിൽ ആ ദൈവകരുണയോട് ചേർന്ന് നിൽക്കുന്ന മക്കളായ നമ്മുടെ ഒരു ദൗത്യമാണ് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ആ ദൈവകരുണയുടെ പടങ്ങൾ പ്രചരിപ്പിക്കുക, പ്രാർത്ഥനകൾ പ്രചരിപ്പിക്കുക, നൊവേന പ്രചരിപ്പിക്കുക, 3 മണിയുടെ പ്രാർത്ഥന പ്രചരിപ്പിക്കുക. അങ്ങനെ ഒത്തിരി സാധ്യതകളുണ്ട്. എല്ലാവർക്കും എല്ലാം പറ്റിയെന്ന് വരികയില്ല. പക്ഷേ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, ദൈവകരുണ പ്രാർത്ഥിക്കണം. 2, ദൈവകരുണ ജീവിക്കണം. 3, ദൈവത്തിൻ്റെ കരുണയുടെ ഭക്തി നമ്മൾ പ്രചരിപ്പിക്കണം. അപ്പം ഇന്ന് തോമാസ് ശ്ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട ദിവസം കൂടിയാണ്. അത് തന്നെയാണ് തോമാസ് ശ്ലീഹായ്ക്കും കർത്താവ് തൻ്റെ വിലാവാണ് കാണിച്ചത്. ആദ്യം കൈകൾ കാണിച്ചു, പിന്നീട് തൻ്റെ വിലാവ് കാണിക്കാൻ വേണ്ടിയാണ് ഈശോ ആ വസ്ത്രം തുറക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺ സൂരുന്നത് പോലെ നമ്മൾ ആ പടം ശ്രദ്ധിച്ചാൽ അറിയാം, കൈകൊണ്ട് ആ വസ്ത്രത്തിൻ്റെ ഒരു വശം പൊക്കി കാണിക്കുക. അതാണ് അതിൻ്റെ ആ മോഡല്. കാണിക്കുമ്പോഴാണ് അവിടെ നിന്ന് ആ ദൈവിക രഹസ്യങ്ങൾ, ആ രശ്മികൾ പുറപ്പെടുന്നത്. ആ 2 രശ്മികൾ ആ നീല നിറത്തിലുള്ളത് തിരുജലത്തെയും ചുവന്ന നിറത്തിലുള്ളത് തിരുരക്തത്തെയും സൂചിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ആത്മീയ പിതാക്കൾ പറയുന്നത്, ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന 2 പ്രസാദവരങ്ങളാണത്. ഒന്നാമത്തത് ശുദ്ധീകരണത്തിൻ്റെ പ്രസാദവരവും, രണ്ടാമത്തത് ശക്തീകരണത്തിൻ്റെ പ്രസാദവരവുമാണ്. ഗ്രേസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്.
രണ്ട് തരത്തിലുള്ള പ്രസാദം വരെ ഗ്രേസ് ഉണ്ട്. ദർ ആർ 2 types of grace. First one is sanctifying grace. The second one is activating grace. ഇപ്പോൾ ദൈവം തൻ്റെ പ്രസാദവരം നമുക്ക് നൽകുന്ന, ഗ്രേസ് നൽകുന്ന, കൃപ നൽകുന്നത് 2 തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു, 2 നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ആ 2 പ്രസാദപരങ്ങളാണ് ആ 2 ദൈവിക രശ്മികൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടി ഈ ആരാധന, കർത്താവേ ഞങ്ങളുടെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്, അവിടുത്തെ കരുണയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. ആ ദൈവകരുണയുടെ മണിക്കൂറിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ നിമിഷം ഇവിടെ ഒന്നിച്ചായിരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകി. ലോകമെങ്ങും എല്ലായിടത്തും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ച ലോകത്തിലെ എത്രയോ സ്ഥലങ്ങളിലാണ് ഇന്ന് ഈ തിരുനാൾ വളരെ ആഘോഷമായി വിശുദ്ധ ബലികളോടും ആരാധനയോടും ജാഗരണ പ്രാർത്ഥനയോടും ഒക്കെ വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്ന. അവരോടെല്ലാം ചേർന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കുകയും അവിടുത്തെ കൃപ നമുക്ക് പ്രാപിക്കുകയും ചെയ്യാം. വിളക്കിൻ നടുവിൽ മാറത്ത് പൊൻതച്ചരണിഞ്ഞും കാണും യേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ
കരങ്ങളോട് സ്തുതിക്കാം.
Lord, bless everyone with your divine mercy. May the mercy of the Lord come upon everyone. Yes, Lord. Let everyone be blessed at this moment, touched at this moment. Yes, Lord. Thank you. Lord, sanctify everyone Yes, Lord. with your precious blood. Amen. Thank you, Lord, for the blessing that you are showering upon everyone. Yes, Lord. Let every family be blessed at this moment. Yes, Lord. Thank you. Let all the members of the family be blessed at this moment. Yes, Lord. This divine hour, this holy hour. Gloria. Let all the families of this fellowship be blessed at this moment by the power of the Holy Spirit. Gloria. May the fire of the Lord come upon everyone. Jesus. Lord, anoint everyone with your power. Jesus. Thank you, Jesus. Anoint everyone with your power. Anoint everyone with your power. Let us all be blessed. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ആ ദൈവകരുണ ചൊരിയപ്പെടുന്ന സമയമാണ്. പിതാവിൻ്റെ സന്നിധി യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാണ്. പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും കർത്താവുമായ ഈശോ മിശിഹ അനുഭവിച്ച പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാണ് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പാട്ടിൻ്റെ രൂപത്തെ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു രഹസ്യം നമുക്ക് പാടി ദൈവത്തിൻ്റെ കരുണ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം സ്തുതിക്കട്ടെ. ദാസരുടെ മേൽ
സ്വർഗീയ പിതാവേ, പ്രിയപുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയുള്ള ദൈവമേ, കരുണ തന്നെയായ ദൈവമേ, ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ കരുണ വർഷിച്ച് ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് മോചിക്കണമേ കർത്താവേ. തകർച്ചകളിൽ നിന്ന് മോചിക്കണമേ കർത്താവേ. രോഗപീഠകളിൽ നിന്ന് മോചിക്കണമേ കർത്താവേ. കുടുംബ ബന്ധങ്ങളിലെ ശിഥിലതകളിൽ നിന്ന് മോചിക്കണമേ കർത്താവേ. ഇവരുടെ തകർച്ചകൾ, സാമ്പത്തിക തകർച്ചകൾ, ജീവിതത്തിന്റെ തകർച്ചകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus, കരുണയായിരിക്കണമേ. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. പാപിയാമെന്നിൽ നീ അലിവു തോന്നണമേ. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. പാപിയാമെന്നിൽ നീ അലിവു തോന്നണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് ഈ മക്കൾ മനസ്തപിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യും. കർത്താവേ, ദാസരായ ഞങ്ങളുടെ മേൽ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. പാപിയാമെന്നിൽ നീ അലിവു തോന്നണമേ. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. പാപിയാമെന്നിൽ നീ അലിവു തോന്നണമേ. കർത്താവായ ഈശോയെ, കരുണയുള്ള ദൈവമേ, അങ്ങയുടെ മുമ്പാകെ നിൽക്കുന്ന മക്കൾ പാപികളാണ് കർത്താവേ. അതെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ കരുണയായിരിക്കണം ഈശോയെ. ഇവരെ ചിലർ രോഗികളുമാണ് കർത്താവ്. ശാരീരിക രോഗങ്ങൾ മൂലം വേദനിക്കുന്ന മക്കൾ ഇവിടെയുണ്ട് ഈശോയെ. അല്ലെ, വീടുകളിൽ രോഗികളായിട്ട് കഴിയുന്ന മക്കളുണ്ട് കർത്താവ്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് വന്ന് തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിച്ച കുഷ്ഠരോഗിയെ പോലെ അങ്ങയുടെ മക്കളും പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ യേശുവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. രോഗിയാണ് ഞാൻ, സൗഖ്യമേകണമേ എന്ന് പ്രാർത്ഥന. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. രോഗിയാമെന്റെ മേൽ അലിവു തോന്നണമേ. കൂടി കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. രോഗി
കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത്, കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നുപോയ തെറ്റുകളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു. ആ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ചെയ്യാമായിരുന്ന നന്മകൾ ചെയ്യാതെ പോയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ആ കടങ്ങൾക്ക് പൊറുതി നൽകണമേ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് വഴി അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ കടക്കാരായിട്ട് മാറുന്നുവെന്നറിയാം. കർത്താവേ, എല്ലാ കടങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിക്കപ്പെടാൻ വേണ്ടി കരുണയുള്ള യേശുവേ, കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. പാപിയായ എന്നിൽ നീ അലിവു തോന്നണമേ. ഒരിക്കൽ കൂടി, കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ. പാപിയായ എന്നിൽ നീ അലിവു തോന്നണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പാകെ ആയിരിക്കുന്ന ഈ മക്കളുടെ ജീവിതങ്ങളിൽ തകർച്ചകൾ അനുഭവിക്കുന്നവരാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. മക്കളെ കുറിച്ച് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ഭാവിയെ കുറിച്ച് ആകുലപ്പെടുന്ന മക്കളുണ്ട്. ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ ഇവരിലേക്ക് കരുണയായിട്ട് വർഷിക്കണമേ. ഈ തിരുമണിക്കൂറിന്റെ ശക്തിയാൽ, ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ബലികളുടെ ശക്തിയാൽ കർത്താവേ, കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ഉയരട്ടെ. ദൈവത്തിന്റെ കരുണ ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ ചൊരിയപ്പെടട്ടെ. ഈ തിരുമണിക്കൂറിൽ കരുണ ചൊരിയപ്പെടട്ടെ. കരുണ ചൊരിയപ്പെടട്ടെ. ചൊരിയപ്പെടട്ടെ. കരുണ ചൊരിയപ്പെടട്ടെ. ഈ മക്കളിലേക്ക് ദൈവത്തിന്റെ കരുണ ചൊരിയപ്പെടട്ടെ. ദൈവത്തിന്റെ കരുണ ചൊരിയപ്പെടട്ടെ. ചൊരിയപ്പെടട്ടെ. കരുണയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കരുണയാൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. വൈകല്യങ്ങൾ വിട്ടുമാറട്ടെ. തകർച്ചകൾ വിട്ടുമാറട്ടെ. പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ. ദുശീലങ്ങൾ വിട്ടുമാറട്ടെ. കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. 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 സമാധാനത്തിന്റെ ദൈവത്തിന്റെ ശക്തി ഈ മക്കളെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ ഇറങ്ങട്ടെ. ഈ വിശുദ്ധ മണിക്കൂറിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. മഹത്വത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കരുണ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കരുണ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കരുണ ഇറങ്ങട്ടെ. അലലബശി അലലബ ഈ അലലബശി അലലബശി അലലബ ഈ അലലബശി അലലബ. സ്വർഗം തുറക്കപ്പെടട്ടെ. ഈ വിശുദ്ധ മണിക്കൂറിൽ
നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ച വിശുദ്ധ സമയത്ത് സ്വർഗം തുറക്കപ്പെടട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. മഹത്വത്തിന്റെ ശക്തി, മഹത്വത്തിന്റെ ശക്തി. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. കരങ്ങൾ ഉയർത്തി. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. Oh, Holy Spirit. Receive the blessing. കർത്താവ് പറയുന്നു, ആത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കും. Welcome, Holy Spirit. Come into our heart. Abide with us, O Lord. Fill our hearts with your love. Fill our hearts with your power. Fill our hearts with your mercy. Lord, anoint everyone, each and everyone with your power. Thank you. Thank you, Lord. Thank you, Lord. സർവശക്തനും പിതാവുമായ ദൈവമേ, നമ്മുടെ കൃപയും അനുഗ്രഹവും ഈ മക്കൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ വിശുദ്ധ തിരുനാളിൻ്റെ യോഗ്യതയിൽ പാപമോചനവും പൂർണ്ണ ദണ്ഡവിമോചനവും നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കുവാനായി നമുക്ക് മനസ്താപ പ്രകടനം ചെല്ലാം. മനസ്താപ പ്രകടനം: എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയെന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ വിശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ വരപ്രസാദ സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ഇരു കരങ്ങളും ഉയർത്തി ദൈവത്തിന്റെ കരുണയാൽ പൂർണ്ണ പാപമോചനവും ദണ്ഡവിമോചനവും നൽകി പ്രാർത്ഥിക്കുക. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും
പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും അവയുടെ സ്വാധീനങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിക്കുന്നു. അമ്മയായ മറിയത്തിന്റെ വിശുദ്ധ ഔസേപിതാവിന്റെ മുഖദൂതരായ മിഖായേലിന്റെ ഗബ്രിയേലിന്റെ റഫായേലിന്റെ സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ടും പാപങ്ങൾ മോചിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ കൃപയിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഈ മക്കളെ ഞാൻ മോചിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ സംരക്ഷണം എനിക്കും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായി നിൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും അതിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ പാപ ശിക്ഷകളിൽ നിന്നും കാലിക ശിക്ഷകളിൽ നിന്നും നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഈ വിശുദ്ധ തിരുനാളിൻ്റെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ യോഗ്യതയാൽ നിങ്ങളെ ഞാൻ മോചിക്കുകയും ഇന്ന് ലോകമെങ്ങും അറിയപ്പെട്ട വിശുദ്ധ ബലികളുടെയും ദൈവാരാധനകളുടെയും യോഗ്യതയിലും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പീഡകളുടെ യോഗ്യതയിലും കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ ദണ്ഡങ്ങളിൽ നിന്നും ഉത്തരിപ്പ് കടങ്ങളിൽ നിന്നും എല്ലാ ശിക്ഷകളിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ഫലങ്ങളിൽ നിന്നും നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. കരുണയുള്ള ദൈവം കനിഞ്ഞ്, സ്വർഗീയ പിതാവ് കനിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയിൽ നിങ്ങളുടെ പാപങ്ങളും കടങ്ങളും മോചിച്ച് നിങ്ങളെ വിശുദ്ധീകരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ജലം തളിക്കുകയാണ്. ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തൻ്റെ കൃപയാലും കരുണയാലും നമുക്ക് പാപമോചനവും ശിക്ഷകളിൽ നിന്നുള്ള മോചനവും എല്ലാ ദണ്ഡങ്ങളിൽ നിന്നുള്ള മോചനവും കടങ്ങളുടെ പുറത്തേക്ക് നൽകിയിരിക്കുകയാണ്. ഒരു പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് ഒരാഴ്ചയ്ക്കുള്ളിൽ 3 കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, അല്ലെ 3 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയോ ചെയ്താൽ മതി. അതിനപ്പോൾ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മളത് ചെയ്യണം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു വിശുദ്ധ കുർബാന കണ്ട് മുടങ്ങിപ്പോയ കുർബാനകൾക്കും മറ്റെല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ടും കാഴ്ചവെക്കുക. ഇത് കുമ്പസാരത്തിൽ പരിഹാരം കൽപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ നിയോഗം പൂർത്തീകരിക്കപ്പെടുന്നത് വഴി പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടായിരിക്കും. ഈ ദൈവകരുണയുടെ തിരുനാളിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പൂർണ്ണദണ്ഡ വിമോചനം. കർത്താവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ. പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ വർഷിക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ.
ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ. 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ മേൽ, ഈ ജനത്തിന്റെ മേൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാ നിയോഗങ്ങളുടെ മേൽ വർഷിക്കണമേ. കൃപകളാൽ ഇവരെ നിറയ്ക്കണമേ. വരദാന ഫലങ്ങൾ നിറയ്ക്കണമേ. സ്വർഗത്തിന്റെ ശക്തി നിറയ്ക്കണമേ. ദൈവിക പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. മനസ്സിനെ ഉണർത്തണമേ. ശരീരത്തെ ശക്തിപ്പെടുത്തണമേ. ആത്മീയ സന്തോഷം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ഇവരെ നിറയ്ക്കണമേ. ജ്ഞാനവും ബുദ്ധിയും ആലോചനയും അറിവും ആത്മശക്തിയും ഭക്തിയും ദൈവഭയവും ഇവരെ നിറയ്ക്കണമേ. ഈ കൃപകളൊക്കെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി ഈ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, 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 സ്വർഗത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ വന്ന് നിറഞ്ഞതുപോലെ നിങ്ങളിലും വന്ന് നിറയുകയും നിങ്ങളിൽ നിത്യം കുടികൊള്ളുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് മുട്ടുകുത്താവുന്നവർ കുട്ടുക, അല്ലെങ്കിൽ ഇരിക്കും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.